നിയർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ കുറെ റോഡിൽ തന്നെ വിളക്കുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഞങ്ങൾ ഇവിടെ അന്വേഷിച്ചപ്പോ പറഞ്ഞത് ഉദയനാപുരത്തപ്പൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ ഇറങ്ങിയിട്ട് ഇവിടെ എത്തുമ്പോ ഈ വിളക്കുകളെല്ലാം കത്തിച്ചിട്ട് എതിരേൽക്കും, വരവേൽക്കും. അതിനു വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണത്. അപ്പൊ ഇവിടെ കളം വരച്ചിട്ടാ നമ്മുടെ അല്ല ഒരു പൊടി കൊണ്ട് പച്ച ചുവപ്പ്. അപ്പൊ വടക്കേ ഗോപുരത്തിന്റെ മുന്നില് ഒരു ഇത് വരച്ചില്ല, ശിവലിംഗം. പിന്നെ അതുപോലെ തന്നെ അടിപൊളിയില്ലേ വര, നന്നായിട്ടുണ്ട്. കൊടയുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്, നല്ല രസമുണ്ട് കാണാൻ. വരച്ചിരിക്കുന്ന കളർ കണ്ടില്ലേ, ബ്രൗണ്, മഞ്ഞ. പാമ്പിന്റെ ആണെങ്കിലും കണ്ണിന്റെ അവിടെ സെപ്പറേറ്റ് ആയി മുകളിലൂടെ ഇങ്ങനെ പൊടിയിട്ട് അങ്ങനെ പൊന്തിച്ചിട്ടാണ് ആ സർപ്പത്തിന്റെ കണ്ണുള്ളത്. ആ കണ്ണൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്, കണ്ടില്ലേ? എന്നാണ് എന്ത് കണ്ണ് കാണാനൊക്കെ എന്തൊരു ഭംഗിയാണ്, പ്രത്യേക രസമാണ് കാണാൻ, നല്ല ഭംഗിയുണ്ട്. കൊട ശിവലിംഗമുണ്ട്, എന്ത് രസമാണ്. അതിന്റെ മറ്റേ എന്താ പറയാ, കളറ് കൊടുത്ത പൊടിയാണ് സൂപ്പർ ആയിട്ടില്ലേ, അടിപൊളി കളറാണ് എല്ലാം കൊടുത്തത്, നല്ല കോമ്പിനേഷൻ കളറ്. അപ്പൊ ഇവരിത് മറ്റെന്താ പറയുക, ശിവഭഗവാന്റെ രൂപം വരച്ചിട്ട് വരുന്നേ ഉള്ളൂ കേട്ടോ. അതിനുള്ള കളർ പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ആക്കി വരച്ച് ഓരോ ഭാഗത്ത് മുകളിൽ നിന്ന് ഇങ്ങനെ ഏകദേശം പകുതി വരെ എത്തിയിട്ടുണ്ട്. അതിന് ബാക്കിയുള്ളത് കൊണ്ട് വരച്ച് ക്ലിയർ ആക്കണം. നല്ല രസമായിട്ടുള്ള വര. വരക്കണ ഉപയോഗിക്കാനുള്ള ഈ പൊടികളാണ് ഈ കാണുന്നത്, കണ്ടില്ലേ? കളർ പൊടികൾ, പലതരം കളർ പൊടികളാണ് അതിലൊക്കെ ഉപയോഗിക്കുന്നത്. പച്ച ആ രുദ്രാക്ഷക്കായൊക്കെ വരച്ചിട്ട് നോക്കി എന്ത് ഭംഗിയായിട്ട് മൊത്തം വരച്ച് നമുക്കത് കാണാല്ലോ. മൊത്തം വരച്ചിട്ട് കാണാം. അതുപോലെ ഇവിടെയും ഇപ്പൊ നമ്മള് വടക്കേ നടയിൽ ഇപ്പൊ മൂന്നാമത്തെ അല്ല ഇപ്പൊ മൂന്നാമത്തെ നല്ല രസം ഇട്ടോ കാണാം. മഹാദേവൻ നല്ല രസമായിട്ട് വരച്ചിട്ട് കാണാം. ഇതിന്റെ നേരെ പുറകിലാണ് നമ്മുടെ കൊച്ചാലമ്മൂട് ഭഗവതി ക്ഷേത്രം ഉള്ളത്. അതെ അതെ. അപ്പൊ ആ വരച്ചിരിക്കുന്ന ശിവനെ കണ്ടില്ല, എന്ത് ഭംഗിയാ കാണാൻ. നല്ല ഭംഗിയായിട്ട് വരച്ചിട്ടുണ്ട്. അതിന്റെ അവര് ചേർത്ത പൊടികൾക്കാണ്. അതെ 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 ശരി ശരി. ഭംഗിയായിട്ടുള്ള പൊടികൾ. തൃശ്ശൂലാണെങ്കിലും ഭഗവാന്റെ വസ്ത്രമായ പുലിത്തോല്. അത് തന്നെ വളരെയധികം നല്ല ഭംഗിയാണ് കാണാൻ. മുടിയൊക്കെ കണ്ടില്ലേ, കാറ്റത്തെ പറഞ്ഞതിന്റെ ആ ഒരു സ്റ്റൈൽ നല്ല രസമായിട്ട്. അതെ അതെ ശരി. ഹിമാലയാട്ടോ ഉദ്ദേശിച്ചത്, ഹിമാലയത്ത് കൊള്ളാം. രുദ്രാക്ഷം കൈമ കെട്ടിയതൊക്കെ രുദ്രാക്ഷൊക്കെ വരച്ചിട്ടുണ്ടല്ലേ. അത് ഒരു അത് പൊടിയിടും, അതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ പിരമിഡ് പോലെ അപ്പൊ അതിങ്ങനെ പൊന്തി വെക്കും. ശരിയാ, കറക്റ്റ്. നല്ല ഭംഗിയാണ്, അടിപൊളി, ഒന്നും പറയാനില്ല. അപ്പോ നമ്മള് ഇങ്ങനെ വിളക്കുകൾ റോട്ടിൽ നിന്ന് വെച്ചിട്ടുണ്ട്. നമ്മുടെ കൊച്ചാലുമൂട് ഭഗവതി ക്ഷേത്രത്തിന്റെ അവിടേക്കാണ് ഇപ്പോ നമ്മള് മെല്ലെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളിപ്പോ അമ്പലം കഴിഞ്ഞ് കുറച്ചുകൊണ്ട് പോകുന്ന വലിയ ഗോപുരം കഴിഞ്ഞ് നമ്മൾ പോകുന്നത് അലങ്കാര ഗോപുരം കഴിയുമ്പോ വീണ്ടും വിളക്ക് എത്തിക്കുന്നുണ്ട് ഇവിടെ. വിളക്ക് കത്തിച്ചത് കാണാനായിട്ട് തട്ടുവിളക്കാണത്. അതെ, മൂന്ന് തട്ടല്ലേ? മൂന്ന് തട്ടുള്ള വിളക്ക്. നല്ല രസമായിട്ട് അടിപൊളി. അതുപോലെ ഇവിടുന്ന് ഇങ്ങനെ ഇഷ്ടംപോലെ കണ്ടോ, നിരത്തി വെച്ചിരിക്കുന്ന വിളക്ക്. മൂന്ന് സെറ്റായിട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഈ വിളക്ക് പോകണല്ലോ, തൊട്ട് മധ്യഭാഗത്തായിട്ട് വലിയൊരു വിളക്കും വെച്ചിട്ടുണ്ട്. വലിയ വിളക്ക് വെച്ചിട്ടുണ്ട്. സെൻട്രലായിട്ടൊരു 1 2 3 4 5 തട്ടുള്ള ഒരു വിളക്ക് അല്ലേ. 5 തട്ടുള്ള. അപ്പൊ അവിടുന്ന് ആന വരണ്ടല്ലോ. അത് ഉദയനാപുരത്ത് വരുന്നതാണ്. ഉദയനാപുരത്ത് അപ്പനാണ് ഇരുന്ന് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഉദയനാപുരത്തപ്പൻ എഴുന്നള്ളി വരുന്നു. അതുപോലെ തന്നെ കുട്ടുമ്മൽ ഭഗവതി ക്ഷേത്രത്തിന് അവിടുന്ന് വരുന്നുണ്ട്. മൂത്തെടുത്തുകാവ് അവിടുന്ന് വരുന്നുണ്ട്. അങ്ങനെ ആണ് വരുന്നത്. അങ്ങനെ 3 സ്ഥലത്തുനിന്നും കൂടിയിട്ട് വന്നു ചേർന്നിട്ടാണ്
മഹാദേവ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. അതിന് വരവേൽക്കുവാൻ വേണ്ടിയാണ് റോട്ടിൽ ഇതേപോലെ വിളക്കുകളൊക്കെ വിളക്കുകളെല്ലാം വെച്ച് പോകുന്നത്. ഓക്കെ, അടിപൊളി കാണാൻ നല്ല സ്റ്റൈലുണ്ടല്ലേ, നല്ല രസമാണ്. ഉദയനാപുരത്തിന് അപ്പൻ എത്തിയിട്ടുണ്ട്. ഉദയനാപുരത്ത് അപ്പനും കൂട്ടുമ്മൽ ഭഗവതിയും മൂത്തെടുത്ത് ഭഗവതി, ഇവര് 3 പേരും കൂടിയിട്ടാണ് വരുന്നത്. അടിപൊളി. അടിപൊളി. വൈകിട്ടപ്പന്റെ കിടമ്പ എത്തിയിട്ടുള്ള ആന വന്ന് വരികയാണ്. ഫോട്ടോ ഇവിടത്തെ സ്റ്റേജിലുണ്ടല്ലോ, കച്ചേരിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിനകത്തൊക്കെയാണെങ്കിലും അതെന്താ പറയുന്നത്, അതായത് മഹാദേവന് വൈക്കത്തപ്പന് സംഗീതം ഭയങ്കര ഇഷ്ടമാണെന്നാ പറയുന്നത്. അപ്പൊ ആ സംഗീതം അത്രയും ഇഷ്ടമുള്ളതുകൊണ്ടാണ് സ്റ്റേജ് പ്രോഗ്രാം ഫുള്ള് എല്ലാ ദിവസവും സംഗീതമായിരിക്കും കൂടുതലുണ്ടാവും. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിമനോഹരമായ കാഴ്ച നമ്മുടെ പുറകെ കാണുന്നത്. 9 ഗോപുരത്തിന്റെ ആനപ്പന്തല് കൃത്യമായിട്ടുണ്ടാവുന്നു. ഇനിയിപ്പോ നമ്മുടെ ഈ ആനനെ വൈകിട്ടപ്പൻ തിടമ്പേറ്റിയുള്ള ആന കൊടുത്ത് നിർത്തും. ഇവിടെ ഉദയനാപുരത്തപ്പൻ വരും ആന, ആനപ്പുറത്ത് ആനനെ അവിടെ കൊടുത്ത് നിർത്തും. അതുപോലെ ഭഗവതിനെ കൊണ്ട് ഭഗവതി അവിടെ നിർത്തും. അങ്ങനെ ആനപ്പന്തലിലേക്ക് എത്തിയിരിക്കുകയാണ്. മതി അപ്പൊ നമ്മളെ അമ്പലത്തിന്റെ ഉള്ളില് നല്ല ചൂട് ചുക്ക് കാപ്പി കൊടുക്കുന്നുണ്ട്. ചൂട് ചുക്ക് കാപ്പി ഞങ്ങളത് മേടിച്ചു കുടിച്ചോട്ടെ.
കൊള്ളാട്ടോ, അടിപൊളി ചുക്ക് കാപ്പി. ആഹാ, ഞാനൊന്ന് ചുക്ക് കാപ്പി ഒന്ന് കുടിച്ചോട്ടെ. ചുക്ക് കാപ്പി അടിപൊളി ചുക്ക് കാപ്പി കേട്ടോ. എന്തായാലും ഇത് നല്ലൊരു കാര്യം എന്തായാലും. കാരണം അമ്പലത്തിലേക്ക് വരുന്ന ഉള്ളിലേക്ക് വരുന്ന രാത്രിയാണ്, രാത്രി ഏകദേശം 1 മണി ആവാറായി. അപ്പോഴും ഇങ്ങനെ ഒരു ചൂട് ചുക്ക് കാപ്പി കിട്ടാത്ത ഈ കാണുന്നത് വൈക്കത്തഷ്ടമി കാണാനും വൈകുന്നേരത്തെ പരിപാടികൾ കാണാനുള്ള ആൾക്കാരാട്ടാ. എത്ര പേര് ഇരിക്കണം എന്ന് നോക്കിയാ. അതെ, വെയിറ്റ് ചെയ്യണവരല്ലേ. അതെ, ദുഃഖകാണ്ഡം വായന കേൾക്കാനും. അതെ അതെ, എത്ര ആൾക്കാരെ നോക്കിയ. പാപ്പൻ ആനയ്ക്ക് കൊടുക്കാനുള്ള പട്ടയിട്ട് പോണം. ആഹാ, എന്താ രസം. ആനച്ചൂര് ലഭിക്കുന്നു. അതെ, എത്ര ആൾക്കാരല്ലേ ഇരിക്കണത്. 2 മണി 1 മണിയൊക്കെ ആവണ്ടേ. പിന്നെ ഈ സ്ഥലത്തിന്റെ രാജാവുണ്ട്, ഇതിന്റെ ഫുള്ള് പ്രമാണി. കാരണം ഇതിന്റെ ഉടമസ്ഥൻ. അപ്പൊ ആള് പല്ലക്കില് വരുന്ന കുറച്ച് കാഴ്ചകളും അതൊക്കെ അടുത്ത വീഡിയോയില്, അത് ലേറ്റ് ആവും. ഇപ്പൊ നമ്മള് കാണുന്നത് വൈക്കത്ത് അമ്പലത്തില് വൈക്കത്തഷ്ടമി കാണാൻ പാതിരാത്രി വന്ന ജനങ്ങൾ. ഇവിടത്തെ വൈക്കം ഭക്തർ. അതെ, ഇഷ്ടം പോലെ. പിന്നെ അതെ, ഇഷ്ടം പോലെ. നമ്മളിപ്പോ തൃശ്ശൂരിൽ നിന്ന് വന്നില്ല. അതേപോലെ ഇഷ്ടംപോലെ കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, വയനാട്, പാലക്കാട്, കോഴിക്കോട്. അതെ 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 അതെ, ഒരാളാണ് ആ മീറ്റ് ചെയ്തത്. അതെ അതെ അതെ, അമ്പലപ്പുഴ, ആലപ്പുഴ. പിന്നെ അമ്മ വീടിന്റെ അതെ അതെ. അങ്ങനെ ഇവിടെ സ്റ്റേജ് പ്രോഗ്രാം വെച്ചാ ഇവിടെ ഇപ്പൊ വയലിൻ കച്ചേരിയാണോ അതോ കച്ചേരിയാണോ അതോ സാധാ പാട്ടാണോ കച്ചേരി? ആഹാ, ഇല്ല, ഇപ്പൊ 1 മണി കൂട്ടാ. മാക്സിമം 5 മിനിറ്റ്. അതെ, ചുക്ക് കാപ്പി അടിപൊളിയായിരുന്നു. എനർജി നമുക്ക് ലഭിച്ചു. നമുക്ക് കണ്ടില്ല, ഉറക്ക ക്ഷീണം കാര്യങ്ങളൊന്നുമില്ല. ചെറുതായിട്ട് എന്തായാലും കുഴപ്പമില്ല. അതെ, കാരണം നമ്മള് ഒരു 5 മണിക്കൂർ കൂടുതൽ കണ്ണുറന്നിരിക്കണം. അതുപോലെ ഇരുട്ടത്ത് കൂടുതൽ നിൽക്കുന്നു, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ ഒന്നും ആൾക്കാർ കണ്ടില്ലേ, പകല് പോലത്തെ വെട്ടം. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇപ്രാവശ്യം. കാരണം നല്ല അറേഞ്ച്മെന്റ് ആയിരുന്നു, ലൈറ്റിലും കാര്യങ്ങളാണെങ്കിലും നല്ല രസം. ഒന്നുകൂടി ടെക്നോളജി പരമായിട്ട് വളർന്നു. നല്ല രസം കാണാൻ ടെക്നോളജി ആയിട്ട്. പിന്നെ അവിടെ ഒരു ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഉണ്ടല്ലേ, അയ്യപ്പൻ, ഗണപതി, പാർവതീശിവനും, ഗുരുവായൂരപ്പനും, പിന്നെ നമ്മുടെ സുബ്രഹ്മണ്യം അങ്ങനെ ലൈറ്റ് അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ അപ്പുറത്തിലും അതെ, അവിടെ നിന്ന് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതെ, തെക്കേടന്ന് കയറുന്നോ വടക്കേടന്ന് കയറുമോ? ഈ നടന്ന് കയറുന്ന തോന്നുന്നു. അപ്പൊ ഇനി അടുത്തായിട്ടുള്ളത് 6, 7, 8 കുറയുന്ന ആനകൾ അവിടെ പന്തല്. അതെ, അത് കഴിഞ്ഞിട്ട് അച്ഛൻ നമ്മള് കുറച്ചിന് പറഞ്ഞ പോലെ ഇതിന്റെ ഉടമസ്ഥൻ വന്നിട്ട് കുറച്ച് ചടങ്ങുകൾ നടന്നിട്ടുണ്ട്. അതിന്റെ വിശേഷം നമ്മൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. അതിലാണ് വൈക്കത്തപ്പനും ഉദയനാപുരത്തപ്പനോട് വിട പറയുന്ന കാര്യങ്ങളൊക്കെ. അതൊക്കെ ഇനി അടുത്ത വീഡിയോയിലാണ് വരുന്നത്. അത് മാത്രല്ല, ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ എന്താ വെച്ച് കഴിഞ്ഞാൽ രാത്രി 12:55 സമയം. ഈ സമയത്ത് വൈക്കത്തഷ്ടമിക്ക് വേണ്ടിയുള്ള കോടി ജനങ്ങളാണ് ഇപ്പൊ വൈക്കത്ത് അമ്പലത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ആ കാഴ്ചകൾ കണ്ടില്ലേ, എത്ര ആൾക്കാരെ നോക്കിയാൽ കാഴ്ചകൾ കാണാനാണ് നമ്മളും വന്നത്. അപ്പൊ എന്തായാലും അടിപൊളി വെച്ചാ സൂപ്പർ.
കണ്ണു മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് എത്ര
അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.